അളി വിളിച്ച എല്ലാം കൂടെ കാടളകി ഇറങ്ങി വരും. ഫോൺ വിളിക്കാം. അമ്മടി അളിയോ, എവിടെ അളിയാ? വീട്ടിലാണെന്ന് എനിക്കറിയാം, ഞാനും ഇവിടെ തന്നെ ഉണ്ട്. അളിയൻ എവിടെ, ഏത് റൂമിൽ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കേ, നേരെ ഇങ്ങ് പുറത്തോട്ട് വാ. അടുത്ത ആരുമില്ലല്ലോ. അപ്പം നേരെ ഇങ്ങ് പുറത്തോട്ട് വരും. പുറത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മാവിൻ്റെ വീട്ടില്. ഓയ് ഫ്രണ്ടിലത്തെ മാവ്. ഓയ് വണ്ടി വെക്കണ സ്ഥലം. ശരി ബാ കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ഒന്നൊരാഴ്ച പിടിക്കും. രാജ കാങ്ങുന്നുണ്ട്. അളയാ പിന്നെ ഒന്നുമില്ലല്ലോ, ഞാൻ നിന്റെ അളിയനല്ലേടാ. ഇച്ചിരി ബഹുമാനമൊക്കെ താടാ. നീ വിളിച്ചു. അത് വേണ്ടാട്ടാ. എന്താണ് എന്താടാ വെയിലുണ്ടാ? നല്ല വെയിൽ. ചൂടുണ്ടാ? നല്ല ചൂട്. കുളിക്കാൻ മൂടണ്ടാ? ഞാൻ ഓൾറെഡി കുളിച്ചാടാ. ഇത് ഷവറിലെ വെള്ളം അതല്ല, നല്ല നല്ല തണുത്ത് കിടക്കണ വെള്ളത്തില് ഗുമ്മന ചാടി ഗുമ്മന എണീക്കാൻ മൂടുണ്ടാന്നാണ് ഞാൻ ചോദിച്ചത്. തണുത്ത വെള്ളത്തിൽ ഇപ്പൊ ഇവിടെ പറവട ചാടാനാ? തണുത്ത വെള്ളത്തിൽ ചാടി മൂട് വരുത്താനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ പോവാനല്ല. ഈ കാര്യം പറ, എനിക്ക് മനസ്സിലാവണില്ല. നമ്മുടെ കൊച്ചിന് നല്ല സൂപ്പർ സ്ഥലമുണ്ട്. ഇത് എവിടെ സ്ഥലം? എവിടാ? ഇവിടെ തൊട്ടടുത്ത് തന്നെ. തൊട്ടടുത്ത് പറഞ്ഞാ ഒരു 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ ഉണ്ടോ? അത്ര ഉള്ളടിയാ. പക്ഷെ സ്ഥലം വെറുത്താണ്. സൂപ്പർ കുളം. സ്ഥലത്തിന്റെ പേരെന്തുവാ? നമ്മളീ പോണ സ്ഥലത്തിന്റെ പേര് വെറ്റിലക്കുളം. വെറ്റിലക്കുളോ? സൂപ്പർ കുളമുള്ളിയാ. വെറ്റിലക്കുളം അല്ലേ? വെറ്റിലക്കുളം വെറ്റിലയുടെ ഷേപ്പില്ല, പക്ഷെ എന്നാലും സൂപ്പറാണ്. അവിടെ പണ്ട് ഇഷ്ടം പോലെ വെറ്റില ഉണ്ടായിരുന്നു ഈ കുളത്തിന്റെ ചുറ്റിനും. അങ്ങനെയാണ് ഇതിന് വെറ്റിലക്കുളം എന്ന് പേര് വന്നത്. ആരൊക്കെ പോകും നമ്മള്? ആരൊക്കെ പോണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും പോയാൽ പോരെ. നമുക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരാം. അതൊരു പൊളിയായിരിക്കും. നമുക്കേ ഒരു കാര്യം ചെയ്യാം, ലച്ചൂസിനെയും കൂടെ കൂട്ടാം. ചേച്ചി അവള് വരട്ടാ. എടാ നമ്മളിപ്പോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി കുറച്ചു നേരം കഴിയുമ്പോ തിരിച്ചു വന്നെന്ന് വെച്ചോ, വെറുതെ എന്തെങ്കിലും ഒരു വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തിനാടാ വള്ളി പിടിക്കാൻ പോകുന്നത്? ലച്ചൂസിന്റെ സ്വഭാവം നിനക്ക് കൃത്യമായിട്ട് അറിയാവുന്നല്ലേ? ഉറപ്പായിട്ട് എവിടെ പോയെന്ന് ചോദിക്കും, അതെ, കളിയും കള്ളത്തരം പറയും, അതെ, ചേച്ചി കണ്ടുപിടിക്കും, കുണിച്ചെടുത്ത് കുമ്മിട്ടിടിക്കും ചെയ്യും. അങ്ങനെയില്ല, ഉറപ്പായിട്ട് പിടിക്കും. അവളെ കൂട്ടാം. എന്നാ പിന്നെ ചേച്ചിയെ കൂട്ടാം. ഓക്കെ, നൈസിൽ ആരും അറിയാതെ ചേച്ചിയെ മാത്രം കൂട്ടണം. ഓക്കെ, അല്ലയാ നേരെ ചെന്നിട്ട് കയറി വിളിച്ചളേ. പിന്നെ അവളെ വിളിച്ച കാര്യം പറയണ്ടേ? വിളിച്ച കാര്യം പറഞ്ഞിട്ട് എല്ലാവരോട് ഫാമിലി ആയിട്ട് കറങ്ങാൻ പോണോ? പിന്നെ അല്ലയാ നമ്മള് നൈസില് ഒരു കള്ളം പറഞ്ഞ് എല്ലാരും കൂടെ അല്ല, നമ്മള് 3 പേരും കൂടെ ആണേ പോകുന്നേ. ആണേ ഇങ്ങനെ കിടന്ന് വിളിച്ച ആര് വരും? എല്ലാരും വരും. അപ്പൊ എന്താവും? ഞാൻ ഡീൽ ചെയ്യാം. ലെവൽ എവിടെ? അയ്യടാ കൊണ്ട് പാട്ട് കേട്ടോണ്ടിരിക്കണം. ആരും വന്നില്ലല്ലോ. ഒറ്റ കാര്യം ചെയ്യണം, ഓടി ചെല്ലുന്നു. ലിച്ചേച്ചി എവിടെ ഇരിക്കണേ? അങ്ങനെ. ഓക്കെ, മക്കൾ ഓടി ചെല്ലുന്നു, ലിച്ചി ചേച്ചിയെ വിളിക്കുന്നു, വരുന്നു. അലറി കിടന്ന് വിളിക്കല്ലേ, അമ്മൂമ്മ കനകാൻ്റെ ഒന്നും കേൾക്കാൻ പാടില്ല. ഓക്കെ, എന്തോ പരിപാടി? ഞങ്ങള് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോകും. കറങ്ങാനല്ല മക്കളെ, ഇവിടെ തൊട്ടപ്പുറം വരെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് പിങ് വരും. അങ്ങനെ അതാ ഉദ്ദേശിച്ചത്. മക്കള് ചെന്ന് ലച്ചേച്ചി വിളിച്ചോണ്ട് വന്നാ പോയെ. ഓടി ഏത് സമയത്തല്ലേ ഇങ്ങനെ പറയണേ? അറിയാതെ പറ്റിപ്പോയെന്നാ? ആ കുട്ടിക്കൊരുപ്പടി ഞാൻ കൂടെ വരണമെന്ന് പറഞ്ഞാ എന്ത് ചെയ്യും?
അല്ല നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കൊച്ചുകുട്ടിയല്ലേ, റിസ്ക് അല്ലേ. പിന്നെ റിസ്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ റിസ്ക് ഒന്നും അല്ല. ഇനിയിപ്പോ അവളെ കൊണ്ടുവരികാനും പറ്റത്തില്ല. ഓക്കെ, ആലോചിക്കാം. അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, ആലോചിക്കുക. എന്താ അതൊക്കെ എന്താ സിധു? ലച്ചുസേ നമുക്കേ പാറൂസേ അളിയാ ഒരു ഹെൽപ്പ് ചെയ്യൂ. ആ കിച്ചന്റെ ഡോറിന്റെ അവിടെ പോയി നിന്നിട്ടേ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യാൻ പറ്റുമോ? ചക്കരയാണേ, പോയി അവിടെ നിന്ന് കേട്ടോ. പാറനെ കൊണ്ട് അത് പറ്റും. സൂപ്പർ ഐഡിയ. അവളെ പറഞ്ഞോട്ട് എന്തുകൊണ്ട് നന്നായി. ചേച്ചി എനിക്ക് മനസ്സിലായി എവിടോ കറങ്ങാൻ പോകാനുള്ള പരിപാടിയാണെന്ന്. എന്നെ കൂട്ടില്ലെങ്കിൽ ഞാൻ അമ്മൂമ്മ എടുത്ത് പറയും. അമ്മൂമ്മ കൂട്ട നിന്നെ കൊണ്ടുപോവാ. പ്രശ്നം കൊണ്ടുപോകും. പോയിരിക്കും. എവിടെ കൊണ്ടുപോണ കാര്യം പറയണേ. ഒരു മിനിറ്റ്. എന്താ ലജുസേ ഇപ്പൊ പൊതുവെ മൊത്തത്തിൽ ചൂടാണല്ലോ, അപ്പം ഇവന്റെ ഒരു പ്ലാൻ ഇവിടെ അടുത്തൊരു കുളത്തില് കുളിക്കാൻ പോവാ. കുളത്തിലാ? ഏത് കുളം? ഇവിടെ വയറ്റിലൊരു കുളം. വയറ്റിലേത് കുളം? വയറ്റിലെ കുളം അല്ല, വയറ്റിലെ കുളം ഇത് പിറവം. പെറോ? ആ മറ്റേ പിറവത്തിനടുത്ത്. നീ ഇതല്ലല്ലോ നേരത്തെ പറഞ്ഞേ. വെറ്റിലെ കുളം പിറവത്തിനടുത്തുള്ള. ആ വെറ്റിലെ കുളം. അത് നമ്മുടെ പാഴൂരടുത്താണ് ആ കുളം. അത് തന്നെ ചേച്ചി. അവിടെ പോവാനാ? ഓ അല്ല പക്ഷെ അമ്മൂമ്മ പ്രശ്നം ഉണ്ടാക്കൂലേ? ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും ചേച്ചി. ഈ പുഴ, കടല്, കുളം ഇതിലെവിടെ നമ്മൾ പോയാലും അമ്മൂമ്മയ്ക്ക് പ്രശ്നമാണ്. അമ്മൂമ്മയെ കുറ്റം പറയാൻ പറ്റില്ല, പേടിച്ചിട്ടാ. അതുകൊണ്ട് കള്ളം പറഞ്ഞിട്ട് വേണം പോവാൻ. കള്ളം പറയാനാ? അയ്യോ, അമ്മൂമ്മയുടെ അടുത്ത് കള്ളം പറയാന്നൊക്കെ പറഞ്ഞ. അയ്യോ, കള്ളം പറയാത്തൊരു കൊച്ച് நீங்க எல்லாரும் இங்க நிக்கிறீங்களா? ഞങ്ങളിങ്ങനെ ഓരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നേ. കനാന്റെ അടുക്കള എന്തായിരുന്നു പരിപാടി? மீன் குழம்பு வைக்கிறோம். മീൻ കുളമ്പേ തേങ്ങ അരച്ചാണോ വെക്കുന്നേ? வெக்கல, சித்துக்கு என்ன பிடிக்குமோ அந்த மாதிரி செய்யலாம். അയ്യോ, സിധുരെല്ലാം പിടിക്കും. ആന്റി പറ്റുവാണെങ്കിൽ 2 മീൻ വറക്കണേ. வறுக்கலாமே, அதுக்கு என்ன? പിന്നെ ആന്റി ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളിപ്പോ ഞങ്ങള് ചെമ്പുമുക്ക് വരെ ഒന്ന് പോവേ. ചെമ്പുമുക്കാ? എതുക്ക്? സിധുവിന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. അതെ അതെ, എനിക്ക് എന്റെ ഫ്രണ്ടിനെ ഒന്ന് കാണായിരുന്നു. അല്ല ഇപ്പൊ എന്തിനാ പോന്നേ? അല്ല, കൊറേ നാളും കൊണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക. ഇപ്പൊ പിന്നെ ഞാനും സിധു ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ പോയിട്ട് വരാന്ന് വിചാരിച്ച്. അതെ അതെ അതെ, എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഇറങ്ങാല്ലേ? പാറൂസിനെ കൂടെ കൂട്ടിയേക്കാം അല്ലേ? പാറൂസിനെ. അപ്പൊ ശരി, നീ ഇറങ്ങണോ? അല്ല ഞാൻ അപ്പുറം വരാൻ പറ്റപ്പോ. എടാ നീ ഇതോടെ പോന്നു? കോളേജിൽ പോണ്. ഈ വേഷത്തിലോ? ഡ്രസ് കോഡ്. ഡ്രസ് കോഡ് അമ്മൂമ്മ നമ്മളെ സ്പെഷ്യലായിട്ട് നമ്മുടെ പയ്യന്മാരെല്ലാവരും ഇതേപോലെ പച്ച മുണ്ട്, നീല ഉടുപ്പ്. അതോട്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് വേറൊരു പുള്ളി വിളിക്കാൻ പോണ്. ശരിക്കും? പിന്നെ ഇതിനൊക്കെ ഞാൻ കള്ളം പറയണ അല്ലേ ചേച്ചി? എന്നാ പോയിട്ട് വരട്ടാ. ലച്ചേച്ചി അളിയാ പോയിട്ട് വരട്ടെ. ഞാൻ എടുത്തിട്ടുണ്ട്. സൂക്ഷിച്ചു പോടേ. അമ്മൂമ്മ ശരി പോണേ. ബൈ. എന്നാ പിന്നെ നമുക്കും ഇറങ്ങിയാലോ? ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങൾ പെട്ടെന്ന് ഇതെന്തിനാ പോന്നേ? അതല്ലേ പറഞ്ഞേ, നമ്മള് ഇവിടെ ഇരിക്കുവാണല്ലോ അമ്മൂമ്മ. അപ്പൊ പിന്നെ എല്ലാരും നമുക്ക് 3 നേരം കൂടെ പോയിട്ട് വരാൻ. மத்தியானம் சாப்பிடுறதுக்கு வருவீங்களா? അതിന്റെ കാര്യം നമുക്ക് ആലോചിക്കാം ആന്റി. എന്നാ പിന്നെ പാറു, സിധു ഇറങ്ങ്, ഞാൻ ഫോൺ എടുക്കട്ടെ. അല്ല നിങ്ങൾ ഈ വേഷത്തിലാന്നോ പോന്നേ? അതെ, അത് സിധുവിന്റെ ഫ്രണ്ട് ഭയങ്കര ഒരു സിമ്പിൾ മനുഷ്യനാണ്. അപ്പൊ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് ഗെറ്റപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും അവരെന്ത് വിചാരിക്കും? മോശമല്ലേ, ജാടയാന്ന് വിചാരിക്കില്ലേ? പോട്ടെ, ബൈ ബൈ. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കും, പിന്നെന്തോ ചെയ്യാൻ പറ്റും? നമ്മളെന്തോ നോക്കിക്കൊണ്ടിരിക്കുവാ? അടുക്കള ചെന്നേ നമ്മുടെ പണിയെല്ലാം തീർത്ത് വെച്ചിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് നമുക്ക് കയറി കിടന്നൊന്ന് മയങ്ങാം. ബാ.